യോഗാസന സ്പോർട്സ് അസോസിയേഷൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ തൃശ്ശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. എൻ്റെ പേര് ഷാജി വരവൂർ. ഈ ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇത് ജില്ലാ ട്രഷറർ KS അനിൽകുമാർ, MA ഷഹന അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. മറ്റേത് അരുൺ KR അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇത് ബേബിമോൻ സംസ്ഥാന ട്രഷററാണ്. ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിശദവിവരങ്ങൾ ഈ ബേബിമോൻജി നമ്മോട് സംസാരിക്കുന്നുണ്ടായി. എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര യുവജന സ്പോർട്സ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടു കൂടി നാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന യോഗാസന ഭാരത്, ഫോർമർലി നോൺ ആസ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ, ഇപ്പോൾ യോഗാസന ഭാരത് എന്നറിയുന്നു. ആ സംഘടനയുടെ സംസ്ഥാന ഘടകമാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരത്തോടു കൂടി, സ്പോർട്സ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. അതിന്റെ ഒരു ജില്ലാ ഘടകമാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് തൃശൂർ. ജില്ലകളിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും സെലക്റ്റീവ് ആവുന്ന കുട്ടികളെ അവർക്ക് അതിനുശേഷം സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികൾക്ക് നാഷണൽ തല മത്സരങ്ങൾ, ആ രീതിയിലാണ് മത്സരത്തിന്റെ ഘടന. ഇതിൽ വിവിധ കാറ്റഗറികളുണ്ട്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ദെൻ സീനിയർ ABC, അങ്ങനെ 28 വയസ്സിന് മുകളിലേക്ക് 55 വയസ്സ് വരെ മത്സരിക്കാൻ വിവിധ ABC ഗ്രൂപ്പുകളിൽ മത്സരിക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഇതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള, ഇതിന് മുന്ന് നടന്ന നാഷണൽ മത്സരങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സെലക്ഷൻ ട്രയൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്നിരുന്നു, കുരുക്ഷേത്രയിൽ വെച്ച്. വേൾഡ് യോഗാസന, അതാണ് ഇപ്പോ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള സംഘടന. അപ്പൊ വേൾഡ് യോഗാസനയുടെ കീഴിൽ വേൾഡ് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ജൂൺ 4 മുതൽ 8 വരെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ വെച്ച് നടക്കുന്നു. ഒരുപക്ഷെ നമ്മളുടെ ജില്ലയിൽ നിന്ന് മത്സരിച്ച് ആ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ആ റാങ്കിങ്ങിൽ മുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇതിന്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാനും ഇന്നിപ്പോ വേൾഡ് യോഗാസന മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഉള്ള ഒരു അവസരം കൈവരുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലുള്ള സർഗാത്മകമായ കഴിവുകളും അതോടൊപ്പം അവരുടെ ആ സ്പോർട്സിനോടുള്ള സ്പിരിറ്റ്, ഇന്നിപ്പോ യോഗാസന സ്പോർട്സ് ഇവന്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ അവർക്കുള്ള തൊഴിൽ സാധ്യതകളും അതുപോലെ ഒരുപാട് പഠനമായാലും എല്ലാത്തിനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു ചെറിയ തലം മുതൽ തന്നെ ആ മത്സരത്തിൻ്റെതായ ഘടനയിൽ പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങളുമുണ്ട്. കാരണം ട്രഡീഷണൽ ഇവന്റ്സ് ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ട്, ആസനങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ട് ട്രഡീഷണൽ ഇവന്റ്സ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ബാക്ക് ബെൻഡ് ആയിരിക്കും നന്നായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ബാക്ക് ബെൻഡ് കാറ്റഗറിയിൽ മാത്രം ഒരു 50ഓളം ആസനങ്ങളുടെ ആ ഒരു സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ബാക്ക് ബെൻഡ് കാറ്റഗറി മാത്രമായിട്ട് പങ്കെടുക്കാം. ഒരുപക്ഷെ ചിലർക്ക് നല്ല ഹാൻഡ് ബാലൻസ് ആയിരിക്കും, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു വിഭാഗത്തിൽ മാത്രം പങ്കെടുക്കാം. അപ്പൊ ഇൻഡിവിജ്വലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകളെ തെളിയിക്കാനും അതോടൊപ്പം കോമൺലി ട്രഡീഷണൽ ഇവന്റ്സിൽ അവരുടെ ഏജ് കാറ്റഗറി അനുസരിച്ചിട്ട് മത്സരിക്കാനും, അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സർഗാത്മകമായ കഴിവുകൾ, മ്യൂസിക്കും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിസ്റ്റിക് ഇവന്റ്സ്, താളാത്മകവും കലാത്മകവുമായിട്ടുള്ള ഇവന്റ്സും പങ്കെടുക്കാം. അപ്പോൾ യോഗാസനങ്ങളെ പ്രസന്റ് ചെയ്യുന്നതോടൊപ്പം ആ മ്യൂസിക്കും അവരുടെ ബോഡി ലാംഗ്വേജും ആ സ്ട്രക്ചറും ഇതൊക്കെ ഒരു ഡാൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, എന്നാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആസനങ്ങൾ ചെയ്തുകൊണ്ടും അവരുടെ ആ കഴിവുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള മത്സരങ്ങളിലും അവർക്ക് പങ്കെടുക്കാം. അത് സീനിയർ ABC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഈ ട്രഡീഷണലും
ഇൻഡിവിജ്വൽ ഇവന്റ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക, അവർക്ക് ഈവന്റ്സ് കുറവാണ്. പിന്നെ അതുപോലെ ഈ വരുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇന്നിപ്പോ അസ്മിത ഖേലോ ഇന്ത്യ അതിന്റെ എല്ലാ സ്പോർട്സ് മേഖലകളിലും 36ഓളം ഇവന്റ്സുകളിൽ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ മത്സരങ്ങളുണ്ട്. അസ്മിത വിമൻസ് ലീഗ് മത്സരങ്ങൾ നമ്മൾ ഈ വർഷം എറണാകുളത്ത് ആലുവയിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടുന്ന് സെലക്ട് ആയ കുട്ടികൾക്ക് നാഷണൽ തലത്തിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ മത്സരിച്ച സംസ്ഥാന തലത്തിൽ മത്സരിച്ച് നാഷണൽ തലത്തിൽ മത്സരിച്ച ഒരു കുട്ടിയുടെ ഫാദറാണ് ഇരിക്കുന്ന അരുൺ KR. ആ കുട്ടി 7ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും അവസരങ്ങളും പരിശീലനവും അത് കോർഡിനേഷനും എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷെ ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സ് വരെ ആ കുട്ടിക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. ഇതിന് എല്ലാത്തിനും ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ അതാത് ജില്ലകളിലുള്ള അസോസിയേഷന്റെ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒരു ഷോർട്ട് കട്ട് നേരിട്ട് സ്റ്റേറ്റിലേക്കോ സംസ്ഥാനത്തേക്കോ ഇല്ല. ഇനി ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു, നാഷണൽ ചാമ്പ്യനാണ്, എനിക്ക് ഈ വർഷം ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റണം, അങ്ങനെ സാധിക്കില്ല. എപ്പോഴും ആ ബേസ് ലെവലിൽ നിന്നുകൊണ്ട് ആ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് പടിപടിയായിട്ടുള്ള ഓരോ അവസരങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ വിവിധ സ്കൂളുകളിലും അതുപോലെ വിവിധ ക്ലബ്ബുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ സ്പോർട്സിന്റെ ആ സ്പിരിറ്റോട് കൂടി മറ്റുള്ള ഇവന്റ്സിലൊക്കെ പങ്കെടുക്കുന്നത് പോലെ ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ സർക്കാർ തലത്തിലും അല്ലാതെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും CBSE സ്കൂളുകളിലെ മത്സരങ്ങൾ ഇപ്പോൾ യോഗാസന ഭാരത സിലബസ് കഴിഞ്ഞ വർഷം മുതൽ അംഗീകരിച്ചു. SGFI സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ സിലബസ് യോഗാസന ഭാരതിന്റെ സിലബസ് അംഗീകരിച്ചു. അതുപോലെ യൂണിവേഴ്സിറ്റി ഗെയിംസിലും നമ്മുടെ യോഗാസന ഭാരതിന്റെ സിലബസ് അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ആസനാസാണ് വരുന്നത്. അപ്പോൾ അത് എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചെറിയ തലം മുതൽ മുതിർന്ന തലം വരെയുള്ള എല്ലാവരും ഒരേ സിലബസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള മത്സരങ്ങളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ പോയാലും ഒരു പക്ഷെ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ വേൾഡ് യോഗാസന മത്സരങ്ങൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, നമ്മുടെ നാഷണൽ ഗെയിംസിൽ ഓൾറെഡി 2 പ്രാവശ്യമായിട്ട് യോഗാസന കോമ്പറ്റീഷൻ സ്പോർട്സ് ഇവന്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് മറ്റു മത്സരങ്ങളിലേക്ക് കടന്നിട്ട് ഒളിമ്പിക്സിൽ ഇത് എത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു പക്ഷേ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മളിപ്പോൾ നമ്മുടെ ജില്ലയിൽ പങ്കെടുത്തുകൊണ്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം അതിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ ട്രയലിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു മെഡല് സമ്പാദിച്ചു വരാനായിട്ട് അതിന്റെ തീവ്ര ശ്രമമായിട്ടുള്ള പരിശീലനത്തിൽ വിവിധ സ്പോർട്സ് കോച്ചസും അതുപോലെ ആളുകളൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയും ലക്ഷ്യം ഇത് തന്നെയാണ്, ഏറ്റവും ഉന്നത തലത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ജില്ലാ തലത്തിൽ ജഡ്ജസിന് വേണ്ടിയും കോച്ചസിന് വേണ്ടിയും പാര ജഡ്ജസ് മീൻസ് പാര സ്പോർട്സ് ഇവന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ദിവ്യാംഗരായിട്ടുള്ള ആളുകൾക്ക് കൂടി പങ്കെടുത്തുകൊണ്ട് അവരുടെയും കഴിവുകളെ തെളിയിക്കാൻ പറ്റുന്ന വിവിധ കാറ്റഗറിയിൽ അവരുടെ ഇതിൽ വരുന്ന സമയത്ത് ബ്ലൈൻഡ് ഒരു കാറ്റഗറിയാണ്, പിന്നെ ഡംബ് ആൻഡ് ഡഫ് അത് ഒരു കാറ്റഗറി ആയിട്ട് വരും, പിന്നെ ഓർത്തോപാഡിക്കലി ഹാൻഡിക്യാപ്ഡ് A and B എന്ന് പറഞ്ഞൊരു 50 to 75% വരെ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം, ദെൻ 75% ആൻഡ് എബോവ് അതിന്റെ ഒരു വിഭാഗം, അങ്ങനെ 4 വിഭാഗത്തിൽ ദിവ്യാംഗരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാരാ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2ാമത് പാരാ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ വെച്ച് ഈ വർഷം നടന്നു. നമ്മളുടെ കേരളത്തിൽ നിന്ന് നിർഭാഗ്യവശാൽ പങ്കെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സ്പോർട്സ് ഇവന്റ് എന്നുള്ള നിലയിൽ അതിനുള്ള പരിശീലനം ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിലും കാര്യങ്ങളിലും ഒക്കെ കിട്ടാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 100ഓളം ജഡ്ജസിനെ ട്രെയിനേഴ്സിനെ 2 മേഖലകളിലായിട്ട് നടത്തിയിട്ടുള്ള പരിശീലനത്തിൽ 102 പേരെ നമ്മൾ പാര ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആയിട്ട് അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും ജില്ലകളിൽ നിന്ന് വരെ വരുന്ന കുട്ടികളെ നാഷണൽ തലത്തിൽ എത്തിക്കുകയും അതിന് മുകളിലേക്കുള്ള തലത്തിലേക്ക് എത്തിക്കുകയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വളരെ നിസ്വാർത്ഥമായിട്ട് ഈ സംഘടന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ടീം വർക്കായിട്ട് ഇതിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ വരുന്ന ട്രഡീഷണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആർഗൻസ് ആ മത്സരങ്ങളിലെല്ലാം
അവിടെ മത്സരം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മള് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മെഡൽസ് ഉണ്ട്, പ്രൈസ് മണി ഇല്ല. കുട്ടികൾ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 80 എബോവ് കുട്ടികൾ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം അതിൽ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതാണ് കാരണം. SDFIയും CBSEയും ഒക്കെ ഈ സിലബസ് അംഗീകരിച്ചതുകൊണ്ട് കുട്ടികൾ ധാരാളം നമ്മളൊരു ഇൻ ബിറ്റ്വീൻ 150 ആൻഡ് എബോവ് ആ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പല കോച്ചസിനെയും ആളുകളെയും വിവിധ സ്കൂളുകളിലെ യോഗ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനും അവർക്കൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ധാരാളം കുട്ടികൾ പ്രാവശ്യം പങ്കെടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ ജില്ലയുടെ ഘടകം ഞങ്ങളാണ്. പ്രചരണം എന്നുള്ള ദൃഷ്ടിയിൽ നിങ്ങളുടെ ഒരു നല്ല പിന്തുണ വേണം. കുറെ കുട്ടികൾ ഇത് അറിയാതെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്താൻ വേണ്ടതായിട്ടൊരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ശരി. അതുപോലെ മെയ് 24-ാം തീയതി മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിലേക്ക് അപ്പോൾ നിങ്ങളെ എല്ലാവരെയും നമ്മൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ആ മത്സരങ്ങളുടെ ഘടനയും അതിൽ ഓരോ കുട്ടികൾ ചെയ്യുന്ന ഡിഫിക്കൽട്ട് ആസനാസിന്റെ ഒരു പക്ഷെ അവിടെ ആസനയുടെ പോസ്റ്റർ നമ്മുടെ ഒരു പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പത്രത്തിന്റെ ആ ഒരു കായികമായിട്ടുള്ള പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഇവന്റ്സ് പകർത്തുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ. യോഗയെ കുറിച്ചിട്ട് പറയുമ്പോഴേ നമ്മളൊരു ആത്മീയമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പരിചയമുണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ ആത്മീയമായിട്ടുള്ള മാർഗത്തിലുള്ള ആ ഒരു ആസന എന്ന് പറയുന്ന ഘടകത്തെ നമ്മളൊരു സ്പോർട്സ് ഈവന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തോ ലോകത്തുള്ള മറ്റുള്ള സ്പോർട്സ് ഈവന്റ്സ് പോലെ തന്നെ യോഗ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ ആ ആസനങ്ങളുടെ ആ സ്പോർട്സ് അതിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ യോഗ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പുരാതനമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ആചരിച്ചു വന്നിരുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു മോക്ഷമാർഗമാണ് യോഗ. അതിലുള്ള ആ ഒരു സ്പോർട്സ് ഈവന്റിനെ ആ ഒരു കുട്ടികൾക്ക് അവര് സ്പോർട്സ് ആയിട്ട് തന്നെ അവർ എടുത്തിട്ട് അതിൽ മത്സരിച്ച് അവര് വിൻ ചെയ്ത് നീങ്ങുക. അപ്പൊ അതേ അർത്ഥത്തിൽ തന്നെ അതിനൊരു പബ്ലിസിറ്റി കൊടുത്താൽ നന്നായിരിക്കും.